ഹായ് ഓൾ, ദിസ് ഇസ് മെയ് ഫസ്റ്റ് തേഴ്സ്ഡേ മോർണിംഗ്. രാവിലെ എണീറ്റ് കുക്കു സാറിന് കോച്ചിങ്ങിന് വിടാനായിട്ടുള്ള പരിപാടികളാണ്. അമൃതം കാച്ചി ഒരു ചെറിയ ബുൾസൈ ഉണ്ടാക്കി ഉപ്പും പെപ്പറും ഒക്കെ ഇട്ടു. അമൃതം ഞാൻ അവിടെ തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അലനും എനിക്കുമായിട്ട് ഒരു കോഫി ഇട്ടു. ഞാനിപ്പോൾ കോഫി കുടിക്കത്തില്ല. അലനുള്ളത് കൊടുത്തിട്ട് എൻ്റെത് അവിടെ മാറ്റി വെച്ചിരിക്കും, അല്ലെങ്കിൽ എനിക്ക് ഇനി ഉറങ്ങാൻ പറ്റത്തില്ല. 6:15 അപ്പനും മോനും കോച്ചിങ്ങിനായിട്ട് ഇറങ്ങും കേട്ടോ. വയനാട് സ്കൂൾ ഗ്രൗണ്ടിലാണ് കുക്കുവിന് കോച്ചിങ് നടക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അലൻ നേരെ സിസിജിയിലേക്ക് പോകും. ഇന്ന് തൊഴിലാളി ദിനമായതുകൊണ്ട് തന്നെ നമ്മുടെ ഇവിടെ അടുത്ത് സെയിൻറ്റ് ജോസഫിൻ്റെ കുരിശടിയിൽ 10 മണിക്ക് കുർബാനയും ഉണ്ട്. അത് കഴിഞ്ഞ് സ്നേഹവിരുന്നുമുണ്ട്. സ്നേഹവിരുന്ന് സാധാരണയായിട്ട് ഇവിടങ്ങളിൽ കൊടുക്കാറുള്ളത് അവിയലും സാമ്പാറും ഒക്കെയാണ്. പക്ഷേ ഇന്ന് ചോറും മീൻകറിയും കപ്പയും ഒക്കെ ആയിട്ടാണ്. ഇന്ന് തൊഴിലാളി ദിനമാണെങ്കിലും ഇന്നെനിക്ക് യാതൊരു പണിയും അടുക്കളയിലില്ല. പിന്നീട് ഞാൻ എണീക്കുന്നത് ഒരു 8:30 മണിക്കാണ്. എണീറ്റ് കഴിഞ്ഞപ്പോഴേക്ക് ഇന്നലെ ഡിന്നറിന് ഞാൻ ഉണ്ടാക്കിയ ചോല ഭട്ടൂരയുടെ കുറച്ച് കറി ഫ്രിഡ്ജിലിരിപ്പുണ്ടായിരുന്നു. ഭട്ടൂര 2-3 എണ്ണം ഡിഷിലും ഇരിപ്പുണ്ട്. ഭട്ടൂരയാണെങ്കിൽ ഫ്രിഡ്ജിൽ പോലും വെക്കേണ്ട കാര്യമില്ല. ഇന്നിപ്പോൾ എടുക്കുമ്പോഴും സംഭവം നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടും. ഞാൻ അങ്ങനെ എൻ്റെ കാപ്പിയും കറിയും ഒന്നിച്ചെടുത്ത് വെച്ചു. അമ്മയ്ക്കായിട്ട് കുറച്ച് കഞ്ഞി ഇരിപ്പുണ്ട്. അമ്മ അത് കുടിക്കാമെന്നാണ് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണ്ട. വലിയ പണികളില്ലാത്ത ദിവസം, അതായത് ഈ റാക്കിൽ കഴുകി വെക്കാൻ ഒരുപാട് പാത്രങ്ങൾ ഇല്ലാതിരിക്കുമ്പോൾ അതങ്ങ് കഴുകി വെക്കലാണ് എൻ്റെ ആദ്യത്തെ പരിപാടി. അതങ്ങനെ വല്ലപ്പോഴും അല്ലേ നടക്കത്തുള്ളൂ. അപ്പോൾ നല്ല രീതിക്ക് കഴുകി വെക്കാം. അത് ഞാൻ പുറത്തെ റാക്കിൽ വെച്ച് ഉണക്കി എടുക്കാറില്ല, എൻ്റെ നിറം പോകുന്നുള്ളതുകൊണ്ട് തന്നെ. എന്നിട്ട് ആവശ്യത്തിലധികം സൺസ്ക്രീനും ഒക്കെ വാരിയിട്ട് നിലവിന് ഉമ്മയും കൊടുത്ത് ഞാൻ സ്കൂളിലേക്ക് പോവാണ്. കുക്കു സാർ ഇനി തിരിച്ചു വരുമ്പോൾ അമ്മ അവന് ഭട്ടൂരയും കറിയൊക്കെ എടുത്ത് കൊടുത്തോളും. സ്കൂളിൽ എല്ലാ വർഷത്തെയും പോലെ തന്നെ അല്ലറ ചില്ലറ റിനോവേഷൻസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അഡ്മിഷൻ എടുക്കാനായിട്ട് 1-2 പേര് വരുന്നതൊഴികെ നമ്മൾ ബുക്ക് ഇഷ്യൂ ഒന്നും തുടങ്ങാത്തതുകൊണ്ട് വലിയ റഷില്ല. മൈ ഫസ്റ്റ് ഡേ അറ്റ് സ്കൂൾ എക്സിബിഷൻ മറ്റ് ഇവൻറ്റ്സിനൊക്കെ ഞങ്ങൾ ഫോട്ടോ ഫ്രെയിമായിട്ട് വെക്കുന്ന സ്റ്റാൻഡാണിത്. അതിന് നല്ല രീതിയിൽ ആട്ടം തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ അത് ഞാൻ മമ്മീനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, കാർപ്പൻറ്റർ വരുമ്പോൾ നമുക്കിത് പറഞ്ഞ് കുറച്ച് ബലപ്പെടുത്താമെന്നൊക്കെ. 12 മണിയായപ്പോഴത്തേക്ക് ഞാൻ സ്കൂളിൽ നിന്ന് ഇറങ്ങി. വീട്ടിൽ വന്നപ്പോഴേക്ക് അമ്മ കുക്കു സാറിനെ ഒരുക്കി നിർത്തിയിട്ടുണ്ടായിരുന്നു. നിലു ഞാൻ വരാനായിട്ട് കാത്തിരിക്കുമായിരുന്നു. കുളിയൊക്കെ കഴിഞ്ഞിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഡ്രസ്സ് ചെയ്ത് സെയിൻറ്റ് ജോസഫിൻ്റെ കുരിശടിയിലേക്ക് പോവുകയാണ്. ക്യാമറയും സ്റ്റാൻഡും കണ്ടതിനുള്ള തുള്ളലാണ് കേട്ടോ അത്. കടപ്പുറത്തൂടെ നടന്നാണ് നമ്മൾ പോകുന്നത്. പോകുന്ന വഴിക്ക് ഇതൊരു കറച്ചടി എന്നാണ് ഇവിടെ പറയുന്നത്. അതിലിങ്ങനെ ടക്ക് ടക്കെന്നും പറഞ്ഞ് പടക്കം പൊട്ടണ പോലെ സൗണ്ട് കേൾക്കും. നിശ്ചയം കഴിഞ്ഞ് കല്യാണമൊക്കെ ആവുന്നതുവരെ ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് ഈ ഒരു മിററിൽ AL എന്ന് എഴുതുമായിരുന്നു, ആലൻ ലയോണ എന്ന്. പിന്നെ കുക്കു ആയപ്പോൾ അത് ALN ആയി, ആലൻ ലയോണ നദാൻ എന്ന്. ഇപ്പോൾ ALNN എന്ന് എഴുതണം, ആലൻ ലയോണ നദാൻ നീൽ. ചോറ് മേടിക്കാനുള്ള ക്യൂ ഒരുപാട് വലുതായതുകൊണ്ടും നല്ല വെയിലായതുകൊണ്ടും നിലുവിനെ ചിന്നു ചേച്ചിയുടെ വീട്ടിലാക്കി. അവൻ അവിടെ പിള്ളേരുമായിട്ട് നിന്ന് ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങൾ ചോറും മേടിച്ചിട്ട് ചേച്ചിയുടെ വീട്ടിലേക്ക് തന്നെ ചെന്നു. ചോറും കപ്പയും ചൂര മീൻകറിയും അച്ചാറും ഇത്തിരി അവിയലും തോരനും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്ന് ചോറുണ്ടു. ലില്ലിയമ്മച്ചിക്ക് ഇവിടെ വരെ നടന്നു വന്ന് ചോറ് മേടിക്കാൻ പറ്റാത്തത് കൊണ്ട് അമ്മച്ചിക്കുള്ള ചോറും വാങ്ങി ഞങ്ങൾ തിരിച്ച് നടന്നു തുടങ്ങി. അത്ര ദൂരമൊന്നും ഇല്ല കേട്ടോ. ആലനോട് ചോദിച്ചപ്പോൾ ചോറ് മേടിച്ച് കഴിച്ചോളാമെന്ന് പറഞ്ഞു. ഇനി പോയി കിടന്നൊരൊറ്റ ഉറക്കം ഉറങ്ങണം. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.